അകത്തുനിന്ന് ഭാര്യ വരുന്നു. എന്താണ് ഇവിടെ പ്രശ്നമെന്നും താൻ പോലീസിനെ അറിയിക്കുമെന്നും പറയുമ്പോൾ അയാൾ പറയുന്നു, ഏത് പോലീസിനെ വിളിച്ചാലും ഞങ്ങൾക്ക് ആ കുട്ടിയെ വിട്ടുതരണമെന്നും അവളെ ഞാൻ പറയുന്നിടത്ത് എത്തിക്കണമെന്നും ഭാര്യ കൂടെ കേൾക്കാൻ പാകത്തിന് അയാൾ പറയുന്നു. ഇത് കേട്ട് സീത ആകെ വിഷമിക്കുകയും എന്താണ് സംഭവിക്കുന്നതെന്ന് അവൾ വിഷ്ണുവിനോട് ചോദിക്കുകയും ചെയ്യുന്നു. അപ്പോൾ വിഷ്ണു വളരെ സങ്കടത്തോടെ ഉണ്ടായ കാര്യങ്ങളെല്ലാം പറയുകയും തനിക്ക് ഒരു അബദ്ധം പറ്റിയതാണെന്നും താൻ ഒരുപാട് കള്ളത്തരങ്ങൾ സീതയോട് കാണിച്ചിട്ടുണ്ടെന്നും പക്ഷേ എനിക്ക് സീത അല്ലാതെ വേറൊരു പെണ്ണിനോടും ഒരു ആത്മാർത്ഥതയും തോന്നിയിട്ടില്ല എന്നും അവൻ സങ്കടത്തോടെ പറയുന്നു. ഇതെല്ലാം കേട്ട് സീത കുറെ കരയുന്നുണ്ട്. പിന്നീട് വിഷ്ണുവും ഡ്രൈവറും കൂടെ അവരെ കാണാൻ പോകും. വഴിയിൽ വെച്ച് അവരെ കണ്ടുമുട്ടുകയും ഒരു പെട്ടി കയ്യിൽ കൊടുത്തിട്ട് പറയുന്നു, ഇതിൽ 3 ലക്ഷം രൂപയുണ്ടെന്നും താൻ പറഞ്ഞതിലും 3 ഇരട്ടി ഉണ്ടെന്നും ഇതെടുത്തിട്ട് എനിക്ക് പെൺകുട്ടിയെ വിട്ടുതരണമെന്നും അയാൾ അവരോട് താഴ്മയോടുകൂടെ തരുന്നു. പക്ഷെ അവർ അത് അംഗീകരിക്കുന്നുണ്ടായിരുന്നു. പിന്നീട് അവിടെ വഴക്കാകുകയും കയ്യേറ്റം ആകുകയും ചെയ്യുന്നു. വിഷ്ണു അയാളെ അടിച്ചും ശരിക്കും നിലംപരിശാക്കുന്നുണ്ട്. പിന്നീട് ആ പെട്ടിയെടുത്ത് അയാളുടെ കയ്യിൽ കൊടുത്തിട്ട് പറയുന്നു, ഇതുകൊണ്ട് വേഗം സ്ഥലം വിട്ടു, ഇനി ഒരിക്കലും ഈ ഭാഗത്തേക്ക് കാണാൻ പാടില്ല എന്നും ഇനി ഞങ്ങളെ ബുദ്ധിമുട്ടിക്കരുത് എന്നും പറയുന്നു. അയാൾ മനസ്സില്ല മനസ്സോടെ ആ പെട്ടി മേടിച്ച് കാറിൽ കയറുന്നു. പക്ഷേ ആ കിളവൻ വണ്ടിയെടുത്ത് വിഷ്ണുവിന്റെ നേരെ പാഞ്ഞു വരികയും വിഷ്ണുവിന്റെ കാലിലൂടെ വണ്ടി കയറ്റി ഇറക്കുകയും ചെയ്യുന്നു. അങ്ങനെ അവന് ഹോസ്പിറ്റലിൽ എത്തിക്കുകയും അവിടെ അമ്മയും ഭാര്യയും ആ മകളും കൂടെ വരികയും ചെയ്യുന്നുണ്ട്. അമ്മ ഇതൊന്നും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ അവരെ വീട്ടിലേക്ക് പറഞ്ഞയക്കുകയും സീതയോട് പറയുന്നു, ഇനി ഞാൻ ഒരിക്കലും ഒരു വേണ്ടാദിനത്തിനും പോകില്ല എന്നും എനിക്കിനി സീതയും നമ്മുടെ മകളും മാത്രം മതിയെന്നും പറയുന്നുണ്ട്. അവൾ ഒരുപാട് കരയുന്നു. അപ്പോഴേക്കും ഒരു സുന്ദരിയായ നേഴ്സ് അങ്ങോട്ട് വരികയും അയാളുടെ അടുത്ത് വന്ന് നിൽക്കുമ്പോൾ അയാൾ ഒരു കണ്ണടച്ച് കാണിക്കുകയും ചെയ്യുന്നു. അയാളുടെ ഒരു വേണ്ടാദിനവും ഇതോടുകൂടി അവസാനിക്കുന്നില്ല എന്ന മട്ടിൽ കഥ അവസാനിക്കും. ഒന്ന് സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ.